ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സുഖമായിരിക്കുന്നു. നല്ല തണുപ്പ്, മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും പറയണ്ട, തണുപ്പോട് തണുപ്പ്. മറ്റേ ബിജു മേനോൻ പറഞ്ഞ മാതിരി ഈ മാസം ഇവിടെ തണുപ്പാണ്, അടുത്ത മാസവും നല്ല തണുപ്പാണ് പറഞ്ഞ മാതിരി അതൊക്കെ നല്ല രീതിയിൽ തണുത്ത് തണുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ പൂജയൊക്കെ ചെയ്തു. മനു ഉള്ള സമയത്ത് എപ്പോഴും മനുവാണ് നമുക്ക് കൽപ്പൂരമൊക്കെ കാണിച്ച് എല്ലാത്തിനും കൂടെ നിൽക്കും കേട്ടോ. പിന്നെ എനിക്ക് പാടാത്ത സമയത്ത് മക്കൾ തന്നെയാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവർക്കെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സോ അവിടെയും ഹംഗറിയിലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവൻ തന്നെയാണ് അവിടെയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ രാവിലെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന മെനു എന്തായിരുന്നു എന്ന് വെച്ചാൽ മൈസൂർ ബോണ്ട, തക്കാളി ചട്നി ആൻഡ് ഹോട്ടൽ സ്റ്റൈലിൽ വെജിറ്റബിൾ സോഫ്റ്റ് ഉപ്മ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 20 ദിവസത്തെ ഓർഡറാണ്. 20 ദിവസത്തേക്ക് നമ്മൾ മെനു ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഡേറ്റ് പ്രകാരം നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇനി അഥവാ അവർക്ക് കൂടുതൽ വേണം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവരപ്പോൾ നമ്മളെ അറിയിക്കും. ഇതാണ് നമ്മുടെ കണക്ക്. ഓക്കെ, ഇനി ഒരു നല്ല വെജിറ്റബിൾ ഉപ്മാവിൻ്റെ റെസിപ്പി പറയട്ടെ. നല്ല കടലെണ്ണ എടുക്കുക കേട്ടോ. കടലെണ്ണയിൽ കടുക്, കടലപ്പരിപ്പ്, എന്നിട്ട് സവോള, ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, പട്ടാണി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് മാത്രം മതി പച്ചക്കറിയായിട്ട്. ഓക്കെ, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇതൊക്കെ തന്നെ ഇടാറുള്ളൂ. അപ്പോൾ ഇത് മാത്രം മതി. ബീൻസ് ഒരുപാട് ഇടണ്ട, ക്യാരറ്റ് ഒരു വിധത്തിൽ ഓക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ ഇട്ട് കൊടുത്താലും നമ്മൾക്ക് വറക്കണം. ആ പച്ചക്കറിയുടെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് അതായത് ആ മൂക്കണ സമയത്താണ് നമുക്ക് ആ നല്ലൊരു രുചി വരിക. ഓക്കെ, ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കട്ടക്കുത്തിയിട്ട് നിൽക്കും. അങ്ങനെയൊന്നും അല്ലാണ്ട് ഇങ്ങനെ മെൽറ്റ് ഇൻ യുവർ മൗത്ത് പോലെ പോകുന്ന ആ ഒരു ഉപ്മാവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര റവയ്ക്ക് എത്ര വെള്ളം എന്ന് നോക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് റവയ്ക്ക് സോഫ്റ്റ് ഉപ്മാവ് ആവണമെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് 2 to 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ആ കണക്കിൽ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉപ്മാവ് നിങ്ങൾക്ക് റെഡി ആയിരിക്കും. കറക്റ്റായിരിക്കും, നല്ല സൂപ്പറായിരിക്കും. ഇതുപോലെ കണക്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം ഒരു പ്രശ്നമില്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള വെജിറ്റബിൾ ഉപ്മാവ് റെഡി ആയിരിക്കുകയാണ്. കൂടെ തന്നെ മൈസൂർ ബോണ്ട, അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ ചട്നി, ഇതെല്ലാം കൂടി വെച്ച് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു മെൽട്ടായിട്ട് പോകുന്ന മാതിരി നമുക്ക് തോന്നും. അത്രയും നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ ഈ വെജിറ്റബിൾ ഉപ്മാ. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ വിനീസ് കിച്ചണിൽ എൻ്റെ ക്ലയൻസിന് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ, കടലെണ്ണ പ്രത്യേകിച്ചിട്ട്. ഓക്കെ, ആ ഒരു ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ നല്ല രുചിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അവർക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഡെലിവറിയൊക്കെ കൊടുത്തു. ഞാൻ സമയം വളരെ അധികം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഡെലിവറി ഇന്ന ടൈമിനെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് വന്നു, നമ്മുടെ കിളികൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. എല്ലാവരും വന്നിരുന്ന് കഴിക്കലും പിടിക്കലും ഒക്കെ തിരക്ക് ബഹളമയം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയൊരു വിഭവമാണ് മല്ലിയില ചമ്മന്തി. ഓക്കെ, നമുക്ക് മല്ലിയില ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം. തമിഴിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയില തുവയൽ. ഓക്കെ, മല്ലിയില തുവയൽ எப்படி பண்ணலான்னு பார்க்கலாமா? അപ്പോൾ നമുക്ക് മല്ലിയില തുവയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ചോറെടുക്കുക, ഇത്തിരി നല്ലെണ്ണ ഒഴിക്കുക, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക, എന്നിട്ട് അതും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് തൊടിയിൽ പോയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ട് വരാം. ഈ ഒരു സെക്ഷനിൽ ഞാൻ പകുതിയോളം കുറച്ച് പാലക്കും കൂടി ഇടാൻ പോകുന്നത് കൊണ്ട് മാത്രം ഞാൻ മല്ലിയില വേരോട് കൂടിയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയില വീണ്ടും വീണ്ടും വളരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഹാഫ് ആക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വേരോട് കൂടി എടുക്കണം. ബാക്കിയല്ല, നിങ്ങൾ മല്ലിയില വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനിയും വളരും കേട്ടോളൂ.
അങ്ങനെ നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് മല്ലിയിലകൾ മുഴുവൻ തന്നെ നമ്മൾ എടുത്തു. നല്ല ഫ്രഷ് മല്ലിയിലയാണ്, ഓർഗാനിക് ആയിട്ടുള്ള മല്ലിയിലയാണ്. നമുക്ക് നല്ലപോലെ അറിയാം, ഒരു വിധത്തിലും മരുന്നൊന്നും അടിക്കാതെ നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ വളരുന്ന സാധനമാണ്. സോ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ഗുണവും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയില, അതേമാതിരി തന്നെ ഒരു സ്പൂണോളം, വലിയ സ്പൂണിന് 1 സ്പൂണോളം കടലപ്പരിപ്പ്, 2 സ്പൂണോളം ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്. ഇത് നല്ലോണം എരിവുള്ള മുളകായതുകൊണ്ടാണ്. എല്ലാം കൂടിയിട്ട് കടലെണ്ണയിൽ നന്നായിട്ട് വഴറ്റുക. എന്താണ് ഈ കടലെണ്ണയിൽ ചെയ്യാൻ പറയണത്? കടലെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് രുചി എൻഹാൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ രീതിയിൽ എണ്ണ മാറ്റിക്കൊള്ളുക, അതൊന്നും ഒരു വിരോധമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി ചോന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലപോലെ വഴറ്റുക. ഇത് ചോക്കൽ പിടിക്കലൊന്നും ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തണ്ടോട് കൂടിയിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കരുത്. മല്ലിയിലയുടെ ആ പച്ച കളറ് പോവാനുള്ള ഇട വരരുത്. അതുകൊണ്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് എന്താ പറയുക, ഒന്ന് ഇങ്ങട് ഒന്ന് അങ്ങട്, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. അതല്ലാതെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഫ്രേഗ്രൻസോട് കൂടിയിട്ട്, നല്ല മല്ലിയിലയുടെ മണത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു തുവയൽ അല്ലെങ്കിൽ ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലതായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വയറിന് നല്ല സൂപ്പർ സുഖമായിട്ടുള്ള രീതിയിലുള്ള ഫീലായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ തന്നെ വേരിയേഷൻ മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുതിന തുവയലായിട്ട് മാറും. പുതിനയുടെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, അതിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരയ്ക്കാൻ പോണതിന് മുമ്പ് ലേശം പുളി ഇട്ട് കൊടുക്കുക. ഞാൻ പുള്ളിയുടെ പേസ്റ്റ് ആയതുകൊണ്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മല്ലിയില തുവയൽ ரெடி ஆயிடுச்சுங்க. இது சாதத்தில் போட்டு நீங்கள் சாப்பிட்டீங்கன்னு வைங்க, சும்மா அருமையாக இருக்கும். நல்லெண்ணெய் ஊற்றியோ நெய் ஊற்றியோ எப்படி வேணாலும் சாப்பிட்லாம். என்ன சொல்கிறது, ரொம்ப பிரமாதமாக இருக்கும். லஞ்சு சும்மா எப்படி போகும்னே தெரியாது. അത്രയ്ക്ക് സൂപ്പറായിരിക്കും നിങ്ങളുടെ മല്ലിയില തുവയൽ. ഇത് നമ്മൾ വിചാരിക്കുകയാണ് ഇത് മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാണ് കഴിക്കുക. ഉണ്ടാക്കി നോക്കൂ, കഴിച്ച് നോക്കൂ. നിങ്ങൾക്ക് വിചാരിക്കാത്ത ലെവലിലേക്കായിരിക്കും ഫ്ലേവർ എൻഹാൻസ് ചെയ്യുക. ചില കറികളൊക്കെ വളരെ സിമ്പിളാണ്. ചില സംഭവങ്ങളൊക്കെ ലഞ്ചിന് ഇത് മതി. ആർഭാടങ്ങളൊന്നും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് മാത്രം ഉണ്ടെങ്കിൽ ധാരാളം മതി. ഇതപ്പോൾ കിച്ചുവിനെ പോലുള്ള ഒരാൾക്ക് മല്ലിയില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വൈ ദിസ് എന്നൊക്കെ ചോദിക്കുന്ന ആളാണ്. അവനടക്കം അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിൽ കഴിച്ച ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തിനുള്ള ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡറാണ്. അത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെയധികം കംപ്ലൈൻറ്റ് വന്ന ഒരു കാര്യമാണ്. എവിടെ പോയാലും പാൽ പൊറോട്ടയിൽ ചിക്കനും ബീഫും മട്ടനും മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻസിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. വിനി വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഓപ്ഷനാണ് 2 എണ്ണം. ഒന്ന് വെജിറ്റബിൾ കീമ, ഒന്ന് സോയാ കീമ. അങ്ങനെ വിനീസ് കിച്ചണിൽ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് മാത്രം ടേക്ക് അവേ പാൽ പൊറോട്ട നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വിനീസ് കിച്ചണിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് എനിക്കൊന്ന് DM ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡെലിവറി വന്നിട്ട് വാങ്ങിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി തരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് അവേ പാൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് പൊതുവേ ചട്ടിയിലൊക്കെയാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ ചട്ടിയൊന്നും നമുക്ക് ടേക്ക് അവേയുടെ സമയത്ത് ശരിയാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലെയറായിട്ട് പൊറോട്ട വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾ കീമ, അതേമാതിരി സോയാ കീമ വെച്ചു. എന്നിട്ട് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ വിനീസ് കിച്ചണിലെ പാൽ പൊറോട്ടയിൽ
ഒരു സെറ്റിൽ നമ്മൾക്ക് 2 പൊറോട്ടയാണ് വരുന്നത്. അത് ഗോതമ്പ് പൊറോട്ട വേണമെങ്കിലും ആവാം, നോർമൽ പൊറോട്ട വേണമെങ്കിലും ആവാം. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു പൊറോട്ട വയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ലെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ 2 എണ്ണം ഒരാൾക്ക് ധാരാളമായിട്ട് മതി. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 പേര് സുഖമായി കഴിക്കും. ഓക്കെ, നല്ല കുതിർന്ന് പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് പൊറോട്ട. അതേമാതിരി നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു വിധത്തിലും ക്വാണ്ടിറ്റി കോംപ്രമൈസ് ഇതിൽ വരുന്നില്ല. നമ്മൾ നല്ലോണം തന്നെയാണ് ഗ്രേവിയൊക്കെ കൊടുക്കുന്നത്. അറ്റം പറ്റിയ പോലെ ഒരു ഗ്രേവി ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആയിട്ടുള്ള ഓണിയൻസ്, അതായത് ഉള്ളി വറുത്തതിനെ ഇടുന്നു, അണ്ടിപ്പരിപ്പ് ഇടുന്നു, അതേമാതിരി നമ്മുടെ എന്താണ് പറയുക, സവാള ഇടുന്നു, അടയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് പറയും 3 പൊറോട്ട 4 പൊറോട്ട വേണമെന്ന് പറയും. അങ്ങനെ നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിപ്പോൾ നോർമലായിട്ടുള്ള രീതിയിലുള്ള പാർസലാണ്. ഓക്കെ, അപ്പോൾ സോയ വെറൈറ്റിയും ഉണ്ട്, ഗോതമ്പ് പൊറോട്ടയിൽ സോയ വെറൈറ്റി ഉണ്ട്, നമ്മൾ ചെയ്തു. അതേമാതിരി തന്നെ വെജിറ്റബിൾ കീമയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിനീസ് കിച്ചണിൽ വെജിറ്റേറിയൻ വേർഷൻ ടേക്ക് അവേ ആയിട്ടുള്ള രീതിയിൽ പാൽ പൊറോട്ട നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാൽ പൊറോട്ട ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻസിന് രുചിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് വിഷമിക്കേണ്ട. വിനീസ് കിച്ചണിന് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നമ്മൾക്ക് എന്തായാലും നമുക്കത് ചെയ്ത് റെഡിയാക്കി തരാൻ പറ്റും. എല്ലാ വേർഷനും ഞാൻ വെജും കൂടി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, എന്തുകൊണ്ട് അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട്, ആ ഫ്ലേവർ എന്തുകൊണ്ട് ഒരു വെജിറ്റേറിയനെ എൻജോയ് ചെയ്യാൻ പറ്റാണ്ടാവുന്നു, അതുകൊണ്ട് നമ്മളത് ഡെഫിനറ്റ്ലി പരിഹരിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം അടച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഓരോന്നിലും എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സീൽ ചെയ്യും. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചാൽ, ഗോതമ്പ് പൊറോട്ട വിത്ത് സോയ, ഗോതമ്പ് പൊറോട്ട വിത്ത് വെജിറ്റബിൾ കീമ, നോർമൽ പൊറോട്ട വിത്ത് സോയ, നോർമൽ പൊറോട്ട വിത്ത് വെജിറ്റബിൾ കീമ, ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തു. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചു വെച്ചു, എഴുതി വെച്ചു. എന്നിട്ട് അവർ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, അവർ വന്ന് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ആക്കി കറക്റ്റായിട്ട് ലെയർ ചെയ്യാൻ പാകത്തിന് ആക്കി വെച്ച് കഴിഞ്ഞു. അങ്ങനെ നല്ല ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് കാണിച്ചു തന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വ്ളോഗ്. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.